ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നോക്കാം ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ ദേശീയോദ്യാനത്തിലാണ്. 1975 ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975 അതുപോലെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978 ഇരവികുളം, എക്കോ പോയിന്റ്, രാജമല എന്നിങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ ആളുകളെ ഈ പ്രദേശത്തേക്ക് ആകർഷിച്ചിരുന്നു എന്ന് പറയുന്നത്. വരയാടുകളെ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശമാണ് രാജമല എന്നത്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ഡ്രാഗസ് ഹൈക്രിയസ് എന്നാണ്. അടുത്തത് സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു. 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. അപ്പം 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുകയും 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിക്ക് ആ പേര് നൽകിയിരുന്നത് റോബർട്ട് റൈറ്റ്സ് ആണ്. 1975 കേരള വൈദ്യുതി വകുപ്പ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയിൽ പാത്രക്കടവ് പദ്ധതിയിട്ടു. എന്നാൽ ഇത് പ്രകൃതിയെ മലിനമാക്കും എന്നുള്ള സാംസ്കാരിക വിപ്ലവകാരികളുടെ എതിർപ്പിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ പദ്ധതി റദ്ദാക്കി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വെടിപ്ലാവുകളുടെ സാന്നിധ്യമുള്ളതിനാൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ചീവീടുകൾ കാണപ്പെടാത്തത് കൊണ്ടാണ് സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ്. ആനമുടിച്ചോല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മറയൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ആനമുടിച്ചോല. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ ദേശീയോദ്യാനത്തിലാണ്. അടുത്തത് മതികെട്ടാഞ്ചോല ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് മതികെട്ടാഞ്ചോല സ്ഥിതി ചെയ്യുന്നത്. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാഞ്ചോല. മതികെട്ടാഞ്ചോലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാഞ്ചോലയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ. ഏതൊക്കെയാണ്? ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ എന്നിവയാണ്. പാമ്പാടുംചോല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാടുംചോലയാണ്.